ഹലോ, എല്ലാവർക്കും ഹോം വിത്ത് അജ്മിയിലേക്ക് സ്വാഗതം. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നല്ല ക്ലീനിങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന അടുക്കളയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാധാരണ ഒരു അടുക്കളയാണ് എൻ്റേത്. അപ്പം ഞാനവിടെ യൂസ് ചെയ്യുന്ന കുറേ ടിപ്സും ട്രിക്സും ഒക്കെയാണ് എൻ്റെ ഓരോ വീഡിയോയിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഹോം വിത്ത് അജ്മിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒന്ന് വീടൊന്ന് റീസെറ്റ് ചെയ്താൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ രാവിലെ എണീറ്റ ഉടനെ ബെഡ് വൃത്തിയായിട്ട് വിരിക്കുക. നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പണിയെന്ന് എനിക്ക് തോന്നുന്നത്. അത് വൃത്തിയായിട്ട് ചെയ്യുക. ബെഡ്ഷീറ്റൊക്കെ വൃത്തിയായിട്ട് നീറ്റായിട്ട് മടക്കിയ ശേഷം പുതപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയായിട്ട് വെക്കുക. അതാണ് ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കുക. അതായത് എപ്പോഴും സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു ടൈമിൽ ഇപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള പാത്രങ്ങളെല്ലാം പുഴം കഴുകി വെക്കുക. പിന്നെ വൈകിട്ടത്തേക്ക് ഇടാതെ, അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിച്ചുള്ള ശേഷമുള്ള പാത്രങ്ങൾ ആ സമയത്ത് കഴുകി വെക്കുക. അല്ലാതെ 24 മണിക്കൂറും സിങ്കിൽ പാത്രങ്ങൾ കിടക്കുന്ന അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പാത്രങ്ങൾ അപ്പോൾ ഉള്ള സമയത്ത് കഴുകി വെക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പണി എളുപ്പമാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ് നോക്കിയാലോ. നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രങ്ങൾ അതായത് ഈ കുപ്പിയിലിരിക്കുന്ന മസാലപ്പൊടികളും ഒക്കെ എന്താണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിന്നിച്ചേറിയിരിക്കും. അതൊക്കെ യഥാസ്ഥാനത്ത് തിരിച്ചെടുത്ത് വെക്കുക. അത് ഏറ്റവും വലിയൊരു ബാലികേറാമറയായിരിക്കും. അതങ്ങ് നമ്മൾ ചെയ്ത് തീർത്താൽ വലിയ പ്രശ്നം കാണില്ല. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു മേശപ്പുറം കാണും അല്ലേ. എല്ലാ സാധനങ്ങളും വലിച്ച് വരിയിടുന്ന ഒരു മേശപ്പുറം. അത് മടിക്കേണ്ട, എല്ലാ ദിവസവും ഒന്ന് ക്ലീൻ ചെയ്തിടാൻ നോക്കൂ. അത് പെട്ടെന്ന് ക്ലീൻ ആവും. ഒരു 5 മിനിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ടേബിളൊന്ന് വൃത്തിയാവുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ സോഫയാണ്. എന്തായാലും ലിവിങ് റൂമിൽ എല്ലാവരും വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അതിൽ പൊടിയൊക്കെ തട്ടിക്കളയാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് നീറ്റായിട്ടിരിക്കും. അതിനുശേഷമുള്ള ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസറീസ് വാങ്ങി കഴിയുമ്പോൾ എന്തായാലും അതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണും അല്ലേ. അത് ഒന്ന് റീസെറ്റ് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം പോലും എടുക്കാത്തൊരു കാര്യമാണ്. അതിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതൊന്ന് മാറ്റിയിട്ട് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. അത് എപ്പോഴും വൃത്തിയാക്കേണ്ട കാര്യവുമില്ല. നമ്മൾ ഒരാഴ്ചത്തേക്ക് ചെയ്താൽ പോലും ഒരു ദിവസം ചെയ്താൽ പോലും നമുക്കത് വൃത്തിയായിട്ടിരിക്കാം. അത് ഏറ്റവും വലിയൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കാണുമല്ലോ. അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും എടുത്ത് അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാം കൂടെ എടുത്ത് കഴുകുക, അല്ലെങ്കിൽ അതെല്ലാം ഉണക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് സാധനം തീരുന്നോ അതനുസരിച്ച് ആ പാത്രങ്ങൾ കഴുകിയ ശേഷം റീഫിൽ ചെയ്യാൻ നോക്കുക. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഒരുപാട് ജോലികളും നമുക്ക് കാണില്ല. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് നമുക്ക് കളയാൻ വേണ്ടി ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ടെടുത്ത് വേസ്റ്റ് ബിന്നിലോ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇനിയും തുടർന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.